ഞാൻ ഒരിക്കൽ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ കണ്ട ഒരു പച്ചക്കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ എന്താക്കി, ഈ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിളിലൊക്കെ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് ചോദിച്ചെന്താ. അപ്പോഴാണ് അറിയുന്നത് ഇത് പീച്ചിങ്ങയാണെന്ന്. അപ്പോൾ ഇത് പീച്ചിങ്ങയാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ ഞാനത് യൂട്യൂബിലൊക്കെ ഇങ്ങനെ അടിച്ചു നോക്കി. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഈ ഉപ്പേരി എന്ന് പറയുന്ന സംഭവമില്ലേ, ഇവിടെ തോരൻ എന്നൊക്കെ പറയുന്നത്, അതന്നെ അതിങ്ങനെ ഉണ്ടാക്കി കുറേ ആൾക്കാർ. അപ്പോൾ ഞാൻ വിചാരിച്ച് വേറൊരാളിങ്ങനെ ഏതൊരു തോരൻ്റെ അടിയിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് കണ്ടു, ഇത് പരിപ്പും കൂടെ ഇട്ട് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് വെച്ച് എന്തായാലും ഒന്ന് കറി ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാനിത് ഉണ്ടാക്കുകയാണ്. ശരിക്കും ഇതെങ്ങനെ മുറിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഇതിൻ്റെ തോല് നന്നായിട്ട് ചെത്തി പോക്കി കളയണം കേട്ടോ. ഞാനിത് ഫുള്ളും പോക്കിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുറച്ച് കട്ടിയുള്ളതായിട്ട് ഒരു ചാർപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ ഇനി ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കാം. നമ്മളിനി ആദ്യം തന്നെ പരിപ്പ് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കുക. അപ്പോഴേക്ക് നമുക്ക് ഇത് മുറിച്ചിട്ടെടുക്കാം. ഞാനിതിൻ്റെ ഫുള്ള് തോല് പോക്കിയില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഇതിങ്ങനെ പോക്കണ്ടെന്ന്. ഇത് കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വാടിപ്പോയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ലോണം ഇത് ചെത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുവിധം ഞാനിങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എനിക്കിത് എങ്ങനെയാണ് പോക്കണ്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് മുറിക്കേണ്ടതെന്നോ എന്നൊന്നും അറിയില്ലായിരുന്നു. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഇതെങ്ങനെയൊക്കെയോ ഇതിൻ്റെ തോലൊക്കെ പോക്കി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അവസാനം. ഞാൻ വിചാരിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മേലെ നിന്ന് ചെറുതാക്കി ഒന്ന് ചെത്തിപ്പോക്കി കളഞ്ഞാൽ മതി എന്നാണ്. ശരിക്കും ഇതിൻ്റെ തോല് ഫുള്ളായിട്ട് പോക്കി കളയണം. ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിൻ്റെ തോലൊക്കെ നന്നായിട്ട് പോക്കി കളഞ്ഞിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഓരോരോ ഭാഗത്ത് ഇങ്ങനെ പോക്കിയില്ല, അതുപോലെയൊക്കെയാണ് മുറിച്ച് വെച്ചത്. ശരിക്കും എങ്ങനെയാണ് പോക്കേണ്ടതെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ പക്ഷേ കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരിപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഞാനൊരുവിധം ഇതൊക്കെ ഇങ്ങനെ ഇതുപോലെയൊക്കെ ചെത്തി പോക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ തോല് ഫുള്ളായിട്ട് പോക്കണമായിരുന്നു. ഞാൻ പോക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വെള്ളരിയോ മത്തനൊക്കെ ചെറുതാക്കി മുറിക്കുന്നില്ലേ, അതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുക. അതിനുശേഷം ഒരു വലിയ ഉള്ളി, അധികം വലിപ്പമില്ലാത്തൊരു വലിയ ഉള്ളി തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളക് നാട് ചീന്തിക്ക് ചെറുതാക്കി മുറിച്ചിടുക. ഇപ്പോൾ തക്കാളി ഇടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും കൂടി ഇടുക. അപ്പോഴേക്ക് പരിപ്പൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഈ വലിയ ഉള്ളി, പച്ചമുളക്, പീച്ചിങ്ങ ഇതൊക്കെ കൂടി ഒന്നായിട്ടങ്ങ് അതിലേക്ക് ഇടുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ഗ്ലാസ്സാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നല്ല വെള്ളം പോലെ കറി വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കാം. പക്ഷെ അധികം ഒഴിക്കാത്തതാണ് ടേസ്റ്റ്. നമ്മൾ തേങ്ങയും കൂടെ അരച്ച് ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുതന്നെ മതിയാവും 1 ഗ്ലാസ് തന്നെ. ഇനി അതും കൂടി ഇട്ടൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കിതാ എല്ലാം വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കറി. ഇനി നമ്മൾ തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് 2 ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതും കൂടി ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോഴേക്ക് നമുക്ക് കടുകൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോഴേക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണയും 1 സ്പൂൺ കടുകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ഈ കറിയിലേക്ക് നമുക്കൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇനി എന്തായാലും ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിനായിരിക്കും. ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞ പോലെയൊക്കെ തോരൊക്കെ ശരിക്കും പോക്കിയിട്ടൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഞാനിത് ചോറിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ വേണേൽ കഴിക്കാം കേട്ടോ, ചപ്പാത്തിൻ്റെയോ അതിൻ്റെയൊക്കെ കൂടെ.
അപ്പോൾ അതാ ഞങ്ങൾ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ശരിക്കും വിചാരിച്ചതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചത് ആദ്യം ഭയങ്കര കയ്പ്പൊക്കെ ആയിരിക്കും, അങ്ങനെയാണ് കേട്ടോ. ശരിക്കും ഇതിനങ്ങനെ കയ്പ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഒരു മുളക് കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ നമ്മുടെ മുളക് അരച്ച് വെച്ചിന് വരട്ടിയത് എന്നാണ് കേട്ടോ പറയുക. മീൻ വരട്ടിയതെന്നാണ് അവരൊക്കെ പറയാറ്. അപ്പോൾ മീൻ വരട്ടിയും കൂടി കൂട്ടി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക.